ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രൈ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ന്യൂ ടി വി എസ് ജുപ്പിറ്റർ 110cc സ്മാർട്ട് എക്സ് കണക്ട് ഫീച്ചർ വരുന്ന അതിൻ്റെ ഡ്രം വേരിയൻ്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുന്നതിന് ഡിസ്ക് ബ്രേക്കാണ് വരുന്നുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് എക്സ് കണക്ട് ഫീച്ചർ വരുന്നതിൽ ഡ്രം വേരിയൻ്റ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും റിവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ടി വി എസ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ന്യൂ 110cc പ്രത്യേകിച്ച് കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹെഡ് ലാമ്പ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു LED ഹെഡ് ലാമ്പ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടി വി എസിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അടിപൊളി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഒരു വൈസറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് DRLs ഒക്കെ നോക്കുമ്പോൾ തന്നെ LED ഇൻഫിനിറ്റി LED ബാറാണ് വന്നിട്ടുള്ളത്. വിത്ത് അതിൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഭയങ്കര ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോളോ മീ ഹെഡ് ലാമ്പ് ഫീച്ചേഴ്സ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇഗ്നിഷൻ ഓഫ് ആയാലും ഒരു കുറച്ച് ഫ്യൂ സെക്കൻഡ്സിന് നമ്മുടെ ഹെഡ് ലാമ്പ് ഓൺ ആയിരിക്കുന്നതാണ്. ഒരു സേഫ്റ്റിയുടെ ഭാഗമായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിത്ത് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു 5 സ്പോക്ക് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 90/90 12 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് മെയിൻ ഉള്ളത് ബെറ്റർ മൈലേജാണ് കൊടുക്കുന്നത്. പഴയ വണ്ടികളെക്കാട്ടും 10% മോർ മൈലേജ് ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ TVS ഐഗോ അസിസ്റ്റ് ഫീച്ചറും ഇതിലുണ്ട്. അതായത് 10% മോർ മൈലേജ് വിത്ത് ബെറ്റർ പെർഫോമൻസ്. രണ്ടും കൂടിയും കോമ്പാക്റ്റ്, രണ്ടുകൂടി ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ന്യൂ TVS ജുപ്പിറ്റർ 110cc വന്നിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്ത ആക്സസറീസ് ആണ് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം മൊത്തം ഈ കളറിന് വരുന്നത് ഒരു ബ്ലാക്ക് വിത്ത് ഒരു ഡുവൽ ടോൺ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബോഡിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മഡ് ഗാർഡൊക്കെ കുറച്ചും കൂടി ഒരു മെറ്റൽ ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. സോ ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഫിനിറ്റി ലൈറ്റ് ബാർ അതും ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതും ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റിൽ ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഭയങ്കര നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ലെഗ് സ്പേസ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് ഉള്ള വണ്ടി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഒട്ടും ഡിസ്കംഫേർട്ട് തോന്നില്ല. അങ്ങനത്തെ ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാമാണ് TVS ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പണ്ടത്തെ രീതിയിൽ കാണുന്ന സെയിം ടൈപ്പ് എക്സോസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു എന്താ പറയുക, ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ വലിയൊരു സീറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. വലിയൊരു ലോങ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മനസ്സിൽ നമുക്ക് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ തന്നെ വലിയ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടെയിൽ ലാമ്പ്സ് നോക്കുമ്പോൾ തന്നെ അത് എസ്പെഷ്യലി അടിപൊളിയായിട്ടുണ്ട്. ഇൻഫിനിറ്റി ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് ഒരു DRL പോലെ കണ്ടില്ലേ, ഇങ്ങനെ കത്തിയിരിക്കും. അതിനുള്ളിൽ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. TVS ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്, ഷോക്കപ്സാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. റിയറിലും അലോയ് വീൽസ് വന്നിട്ടുള്ളത്. 90/90 12 ഇഞ്ച് ടയേഴ്സ് വന്നിട്ടുള്ളത്. ഇത് ഡ്രം വേരിയൻ്റ് ആണ്. സോ ഇതിൽ ഡ്രം ബ്രേക്ക് വരുന്നത് 130 mm ആണ് ഫ്രണ്ടിലും റിയറിലും ബ്രേക്ക് വരുന്നത്. പിന്നെ ഡിസ്ക് വേരിയൻസിൻ്റെ ഫുൾ ഓപ്ഷൻ അതിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫുഡ് റെസ്റ്റ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ, ഇതും മീൻസ് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് പറയും. ഇത്രയും സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ നമ്മൾ സ്കൂട്ടർ ഉണ്ടാവില്ല. ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് 2 ഹെൽമെറ്റ്സ് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് കണ്ടില്ലേ. കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര 2 ഹെൽമെറ്റ്സ് നമുക്ക് ഈസിയായി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റിയുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നതാണ് ഈ 110cc വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സീറ്റിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ജുപ്പിറ്റർ എന്ന നെയിമിങ്ങും അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഫ്യൂവൽ ഫില്ലിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ USB ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എഞ്ചിനൊക്കെ നോക്കുമ്പോൾ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത് 113cc ആണ്. അതുപോലെ തന്നെ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5.9 kW at 6500 RPM. അതേപോലെ തന്നെ മാക്സിമം ടോർക്ക് വരുന്നത് 9.8 Nm at 5000 RPM വിത്ത് അസിസ്റ്റും. അതേപോലെ തന്നെ 9.2 Nm at 5000 RPM വിത്തൗട്ട് അസിസ്റ്റാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ല അടിപൊളി റിഫൈൻഡ് എഞ്ചിനാണ്. ബെറ്റർ മൈലേജും അതേപോലെ തന്നെ ബെറ്റർ പെർഫോമൻസും. അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10% മോർ മൈലേജ് വിത്ത് പെർഫോമൻസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതാണ് TVS ഐഗോ അസിസ്റ്റ് ഫീച്ചറോട് കൂടിയ അതാണ് ഞാൻ ബെറ്റർ മൈലേജും ബെറ്റർ പെർഫോമൻസ് എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റാർട്ടിങ് നോക്കുമ്പോൾ തന്നെ നല്ല സൈലൻറ്റ് സ്റ്റാർട്ടാണ്. നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് പ്ലസൻറ്റ് സ്റ്റാർട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിംഗേ കിട്ടില്ല. ഭയങ്കര സൈലൻറ്റ് സ്റ്റാർട്ടാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫ്യൂവൽ ലിഡും അതുപോലെ തന്നെ ഒരു USB ചാർജിങ് സോക്കറ്റും ഒരു ചെറിയ സ്റ്റോറേജും വരും.
നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഫുള്ളി കളർ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. ഹലോ റൈഡർ എന്നൊരു വെൽക്കം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഹെൽമെറ്റിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ടൈമോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഇൻഡിക്കേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്മാർട്ട് എക്സ് കണക്ട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നതാണ്. 10x10 നാവിഗേഷൻ കിട്ടും, ഫൈൻഡ് മൈ വെഹിക്കിൾ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൾ ആൻഡ് SMS അലേർട്സ് ഉണ്ട്, ആവറേജ് ഫ്യൂവൽ നമുക്ക് മൈലേജ് എല്ലാം അറിയാൻ പറ്റും, റേഞ്ച് അറിയാൻ പറ്റും, ഫ്യൂവൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്, ഓഡോമീറ്റർ. അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ ഒരു സൈഡ് സ്റ്റാൻഡ്, ഒരു വാർണിംഗ് സിമ്പിൾ ഉണ്ട്. നമുക്ക് സൈഡ് സ്റ്റാൻഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും, അതുപോലെ തന്നെ ഒരു എത്ര പറയുക, ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെയുള്ള ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, എസ്പെഷ്യലി ആ ടെയിൽ ലാംപ്സ്, LED DRLs ഒക്കെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെയാണ്. ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കര സ്റ്റൈലിഷ് ഡിസൈനും, അതുപോലെ തന്നെ എഞ്ചിൻ വൈസ് നോക്കുമ്പോൾ തന്നെ 110cc തന്നെ ഒരു ബെറ്റർ പെർഫോമൻസും ബെറ്റർ മൈലേജും തരുന്ന വണ്ടിയാണ് നമ്മുടെ ഇനി ദ ന്യൂ TVS Jupiter 110cc. അതിൻ്റെ നമ്മൾ സ്മാർട്ട് എക്സ് കണക്ട് വിത്ത് ഡ്രം വേരിയൻ്റ് നമ്മളിന്ന് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്.